വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. ഇന്ന് നമുക്ക് അടിപൊളി കുറച്ച് പലഹാരങ്ങളായാലോ. ഉത്സവപ്പറമ്പിൽ നിന്ന് കിട്ടുന്ന ഉഴുന്നുവടയും കുറച്ച് മധുരമൂർന്ന ജിലേബിയും. അപ്പോൾ നോക്കിയാലോ. 3-4 മണിക്കൂർ കുതിർത്ത് വെച്ച ഉഴുന്ന് നമ്മളെടുത്ത് നല്ല പേസ്റ്റ് രൂപേണ ഒന്ന് അരച്ചെടുക്കുകയാണ്. പക്ഷേ അരച്ചെടുക്കുന്ന സമയത്ത് 1 സ്പൂൺ വെള്ളം 2 സ്പൂൺ വെള്ളം അങ്ങനെ മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. ആവശ്യത്തിന് മാത്രം ഇത്തിരി മാത്രം കേട്ടോ. പിന്നെ ഈ അരയ്ക്കുന്ന സമയത്ത് കിടുങ് കിടുങ് എന്നുള്ള സൗണ്ടൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ ചോദിക്കും എന്താ പറ്റിയെന്ന് ചോദിക്കും. കാരണം നമ്മൾ വെള്ളം ഒരുപാട് ഒഴിക്കുന്നില്ലാത്തതുകൊണ്ട് സൗണ്ടൊക്കെ അരയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. സാരമില്ല. അപ്പോൾ ഞാനിതാ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു പകർത്ത് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. വെള്ളം കൂടുതൽ ഒഴിച്ച് അരച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവ് ലൂസായി പോകും. അപ്പോൾ അത് നമ്മൾ ജിലേബി ഉണ്ടാക്കുന്ന സമയത്ത് ശരിയായി വരണമെന്നില്ല. അതുപോലെ തന്നെ വടക്കൊക്കെ ആണെങ്കിലും ചിലപ്പോൾ നമ്മൾ ഈ ഉഴുന്നരയ്ക്കുന്നപ്പോൾ ഇത്തിരി കൂടുതലിടുവാണെങ്കിൽ വട ഉണ്ടാക്കുകയോ ഉഴുന്നുവട ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. അതാ വെള്ളം ഒത്തിരി ചേർക്കാത്ത കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാര ലായനിയാണ്. അതിന് പ്രത്യേകിച്ച് ഒരളവ് പറയുന്നില്ല. ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഉണ്ടാക്കുന്നില്ല. നമുക്ക് ഒരു കൈവിരളയിൽ എണ്ണാൻ പാകത്തിന് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒത്തിരി അതുമല്ല മധുരം ഒരുപാട് കഴിക്കുന്ന ഇവിടെ ആരും കഴിക്കാറില്ല. അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മുടെ പാകത്തിന് വേണ്ടിയിട്ടല്ല ഉണ്ടാക്കാൻ. എന്തായാലും കുറച്ച് പഞ്ചസാര എടുത്തിട്ട് അതൊരു സ്വല്പം വെള്ളവും കൂടെ ഒഴിച്ച് ഒരു നൂൽ പരുവത്തിന് ആകാൻ പാകത്തിന് വേണം. അതായത് ഈ കുറുകി പഞ്ചസാര ലായനി വറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഇതുകൊണ്ട് കുറുകി വരുന്നുണ്ട്. ഇനി അത് ഒരു ചെറിയ ചൂടോടെ എടുത്തൊന്ന് നോക്കി കഴിയുമ്പം ഈ നൂല് പോലെ വലിഞ്ഞു വരും. ആ സമയത്ത് അത്രത്തോളം നിർത്തിക്കോളൂ. പിന്നെ ഇത്തിരി നാരങ്ങാനീരും കൂടെ സ്വല്പം നാരങ്ങാനീരും കൂടെ ഒഴിച്ചു കൊടുത്തോളാം. എന്താണെന്ന് വെച്ചാൽ ഈ പഞ്ചസാര ഇത് ലായനി തിക്കാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിൻ്റെ അകത്തേക്കുണ്ടല്ലോ ഇത്തിരി ഫുഡ് കളറും കൂടെ വേണമെങ്കിൽ ചേർക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണമെന്നില്ല. ഞാനൊരു സ്വല്പം ഫുഡ് കളർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോളൂ. ശരിക്കും പറഞ്ഞാൽ ലായനി ഒത്തിരി ഇല്ല കേട്ടോ. ഒന്ന് ജിലേബി സാധാരണ നമ്മളുണ്ടാക്കി ആ ചൂടോടെ നമ്മുടെ പഞ്ചസാര ലായനിക്കത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് പതിവ്. ഇനി നമുക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക് കവറാണ്. അല്ലെന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ട്യൂബ് ഒക്കെ കിട്ടുമല്ലോ, പൈപ്പിംഗ് ബാഗിൻ്റെ ഇതൊക്കെ കിട്ടുമല്ലോ. ഞാനത് സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നില്ലാത്തത് കൊണ്ട് ഒരു പ്ലാസ്റ്റിക് കവറാണ് എടുത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് കവർ കോണായിട്ട് വെട്ടിയെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഞെക്കി പിടിച്ച് അതിൻ്റെ അറ്റത്ത് വരെ കൊണ്ടുവന്നിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റ്, കാരണം ഓവറായിട്ട് കട്ട് ചെയ്യേണ്ട, ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നല്ല കറക്റ്റ് ലെവലിൽ നമുക്ക് കിട്ടും. ഇത് കണ്ടോ, അതിൻ്റെ ആ സൈഡിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തോളാം കേട്ടോ. ഞാനതിൻ്റെ സൈഡിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. എന്തായാലും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഒരു കടായിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ച് കൊടുത്തോളുക. പിന്നെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് സ്പീഡിൽ തന്നെ, ഏകദേശം നമുക്കുള്ള സ്പീഡിൽ തന്നെ ഒന്ന് ചുറ്റിച്ചെടുത്തോളുക. 1-2 റൗണ്ട് ഇട്ടിട്ട് പൂ പോലെയോ കാ പോലെയോ എങ്ങനെ വേണേലും നമുക്കുണ്ടാക്കാം. ഏത് ഷേപ്പിൽ വേണേലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വേണം ഉണ്ടാക്കാനായിട്ട്. ഇല്ലെങ്കിൽ നന്നായിട്ട് അകം വെന്ത് കിട്ടണമെന്നില്ല നമ്മുടെ ജിലേബിയുടെ. അതുപോലെ തന്നെ ഉഴുന്നായതുകൊണ്ടുണ്ടല്ലോ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പിടിക്കുകയും ചെയ്യുവേ. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടൊന്ന് നന്നായിട്ട് വേവിച്ചെടുത്തോളുക. പിന്നെ ഒരുപാട് മൂത്ത് പോകണമെന്നില്ല. മൂത്ത് പോയിട്ടുണ്ടെങ്കിൽ കറുമുറുന്നിരിക്കും. അങ്ങനെ വേണേലും ഉണ്ടാക്കാതെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ എന്താ പറയുക, ആ പഞ്ചസാര ലായനിക്കകത്തോട്ട് ഇടുമ്പോഴത്തേക്കും ഉണ്ടല്ലോ പഞ്ചസാര ലായനിയുടെ കുടിച്ച് കഴിയുമ്പോഴേക്കും നല്ല ജ്യൂസി ആയിട്ടിരിക്കും. നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്, നല്ലതാണ് അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ അത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ക്രിസ്പി ആയിട്ട് വേണേലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ജിലേബിയുടെ വട റെഡി ആയിട്ടുണ്ട്. കണ്ട നല്ല ചുമപ്പ് കളർ പോലെ വന്നിട്ടുണ്ട്. മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ കളർ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇനി അത് നമ്മുടെ ലായനിയിലേക്ക് ഇട്ട് കൊടുത്തോളൂ. ശരിക്കും പറഞ്ഞാൽ ലായനിയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ മുങ്ങി കിടക്കേണ്ടതാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരുപാട് എന്താ പറയുക പഞ്ചസാര ലായനി ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ ലായനി ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഇത്തിരി ഒരു ഏലക്കായാണെങ്കിലും പൊടിച്ച് അതിൻ്റെ തൊട്ടിട്ടുള്ളൂ കേട്ടോ. അതുപോലെ ഇത്തിരി റോസ് എസൻസ് ചേർക്കുന്നതും ഒരു ടേസ്റ്റ് വരാൻ നല്ലതാണേ. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ തന്നെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇനി വലിയ കടായിയൊക്കെ ആണെങ്കിൽ നമുക്ക് 3-4 ഒരുമിച്ചിട്ട് ഉണ്ടാക്കാം. ഞാനിത് ചെറിയ കടായി എടുത്തിരിക്കുന്നത്, ഒരുപാട് ആവശ്യമില്ലാത്തത് കൊണ്ട്. അപ്പോൾ അങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമ്മുടെ ജിലേബിയുടെ വടകൾ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആദ്യത്തെ ഇട്ട് കഴിഞ്ഞ് രണ്ടാമത് ഉണ്ടാക്കിയപ്പോഴത്തേക്കും രണ്ടാമതിനെ ഇടാൻ വേണ്ടിയിട്ട് ആദ്യത്തെ എടുത്തൊക്കെ മാറ്റി വെച്ചു. അത് കുറേ നേരം അതിൻ്റെ അകത്ത് ഇട്ടാലും കുറച്ച് നേരം മുക്കി പിടിച്ചുകൊണ്ടിരുന്നാലും കുഴപ്പമില്ല. അത് അതിനകത്ത് ലൈനി അത് പിടിച്ചോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ഒത്തിരി നേരം ഇട്ടില്ല, എനിക്ക് ഒത്തിരി മധുരം ഇഷ്ടമല്ല, അതുകൊണ്ട് ഒരുപാട് നേരം ഇട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലൈനിക്ക് അനുസരിച്ചുള്ള ജിലേബി നമ്മൾ ഉണ്ടാക്കി. ബാക്കി മാവ് വന്നത് എന്ത് ചെയ്തു, അതിൻ്റെ കൂടെ ഇത്തിരി മൈദയും കൂടെ ചേർത്തിട്ടുണ്ടല്ലോ. ഇത്തിരി ഉപ്പും മൈദയും കൂടെ ചേർത്തിട്ട്
ഉഴുന്നുവടയായിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് വെച്ചു. അതും ഒരു നൊസ്റ്റുവാണേ. ഇപ്പോഴത്തെ കാലത്തൊന്നും നല്ല ഉഴുന്നുവടകളൊന്നും കിട്ടത്തില്ലല്ലോ. വെറും മൈദയോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഉഴുന്നുവട എന്ന് പേര് മാത്രമേ ഉള്ളൂ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നല്ല ഉഴുന്നൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നുവട കിട്ടുമായിരുന്നു അല്ലേ. ഉത്സവപ്പറമ്പിലും പള്ളിപ്പറമ്പുകളിലൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ അതും ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അതും കുറച്ച് കുറച്ചാക്കി ഉണ്ടാക്കിയിട്ട് നല്ല റൗണ്ടായിട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന് നമ്മൾ ഷേപ്പൊന്നും നോക്കിയിട്ടൊന്നും അല്ലല്ലോ ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ തേനൂറുന്ന ചില ജിലേബികളുണ്ട് ഇതിനകത്ത്. എല്ലാം ഒന്നും ഞാൻ പറയുന്നൊന്നുമില്ല. ചിലത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ഉണ്ടാക്കിയിട്ടുമില്ല. അപ്പോൾ കുറച്ചേ ഉള്ളൂ. അങ്ങനെ ഉഴുന്നുവടയും ജിലേബിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പികൾ ഇഷ്ടമായെങ്കിൽ പറയണം. നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ എന്നും പറയണം. കമൻറ്റ് ചെയ്യണം. പിന്നെ പോയിട്ട് അപ്പോൾ ഉഴുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2-3 കാര്യങ്ങളില്ലേ. ഇനിയിപ്പോൾ കുറച്ച് വട വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. സിമ്പിളല്ലേ. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പികളുമായിട്ട് ഇനി വീണ്ടും കാണാം കേട്ടോ. അതുപോലെ ഇനി ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒരിക്കലെങ്കിലും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെറും എളുപ്പമാണെന്നേ. ചുമ്മാ ഒരു നേരം പോക്കാണ്. 4 മണിക്കൊരു പലഹാരമാണ്. കുട്ടികൾക്ക് ഇഷ്ടമാകും. ഒരുമാതിരിപ്പെട്ട അമ്മമാരൊക്കെ ഇപ്പോൾ ചെയ്യുന്ന പണിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്